നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിലത്തേക്ക് വാങ്ങിയിട്ടുള്ള കുറേയധികം ഗാഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഏകദേശം ഒരു മൂന്ന് വർഷം വരും ഈ യൂട്യൂബ് ഫീൽഡിലോട്ട് വന്നിട്ട് തന്നെ. അപ്പോൾ ഞാൻ ഈ 3 വർഷത്തിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ ഒരുപാട് ഗാഡ്ജറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് അതോടൊപ്പം തന്നെ മൈക്കായിരുന്നാലും വേറൊരു ട്രൈപ്പോഡായിരുന്നു. അതോടൊപ്പം തന്നെ ബാക്കിൽ 2 ട്രൈപ്പോഡുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ചെറിയ അൺബോക്സിംഗ് ഒക്കെ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് മാറ്റിയിട്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയണം, ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയ റിംഗ് ലൈറ്റ്. അപ്പോൾ ഇതെനിക്ക് ഏകദേശം ഒരു 500 രൂപയ്ക്കകത്ത് 450 രൂപയോ അത്ര റേറ്റ് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ ഈ റിംഗ് ലൈറ്റിന്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ബാക്കിൽ ഞാൻ ഇപ്പം ചുമ്മാ ഒരു പട്ടിഷ് പണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇത് മാക്സിമം യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ വാങ്ങിയ സമയത്ത് എനിക്ക് യൂസ് ഉണ്ടായിരുന്നു. 2-3 വീഡിയോ മാത്രമേ ഇത് വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ താഴെ തന്നെ ഒരു വലിയൊരു ട്രൈപ്പോഡ് ഇരിപ്പുണ്ട്. ഏകദേശം എന്നെക്കാളും പൊക്കമുള്ള ട്രൈപ്പോഡാണ് ഇത്. അത് ഞാൻ താഴത്ത് കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ആ റിംഗ് ലൈറ്റ് ഉണ്ടല്ലോ, ആ റിംഗ് ലൈറ്റും ഇതേപോലെ തന്നെയാണ്. എന്നെക്കാളും നല്ല പൊക്കമുള്ള ട്രൈപ്പോഡ് തന്നെയാണ്. ഈ ട്രൈപ്പോഡിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെയിം പോലെ തന്നെയാണ്. ഇതിൽ ഒരു മോൾഡ് ഉണ്ട്, നമ്മുടെ മൊബൈലൊക്കെ വയ്ക്കാനായിട്ടുള്ള ഒരു മോൾഡ് ഇതിൽ വരുന്നുണ്ട്. ഇതിനാണെങ്കിൽ നമുക്ക് ഇതും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ റിങ്ങും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് 470 രൂപ തന്നെയാണ് ആ സമയത്ത് ഞാൻ വാങ്ങിയ സമയത്തും റേറ്റ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതും 450 രൂപയാണ്. കറക്റ്റ് റേറ്റ് അറിയില്ല, എന്തായാലും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ 2 ട്രൈപ്പോഡ് എന്ന് പറയുന്നത്. ഇത് മിക്കവാറും ഈ ട്രൈപ്പോഡ് പള്ളിയിലായിരിക്കും. ഞാൻ പള്ളിയിൽ ഷൂട്ടിന് വേണ്ടിയിട്ട് പ്രത്യേകം വാങ്ങിയതാണ്. അപ്പോൾ പള്ളിയിൽ ലൈവ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൊബൈലിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ട്രൈപ്പോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെക്കാളും പൊക്കമുള്ള ട്രൈപ്പോഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് മടക്കി നമുക്ക് ചെറുതാക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറേ ഇതുണ്ട് തിരിക്കാൻ. എൻ്റെ പേര് എനിക്കറിഞ്ഞില്ല. എന്തായാലും നമുക്കിതിനെ കറങ്ങി കൊടുത്ത് ഇതിനെ നമുക്ക് തിരികെ കറക്കി അങ്ങ് വെച്ച സംഭവം അത് കറങ്ങി തിരിഞ്ഞിരുന്നോളും. പിന്നെ ഇവിടെയും ഇതേപോലെയാണ് നമുക്ക് ട്രൈപ്പോഡിൻ്റെ സ്റ്റാൻഡ് വരുന്നത്. 3 എണ്ണമാണ് വരുന്നത്. നമുക്ക് ഇതും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറയ്ക്കുക, ഇങ്ങനെ പൊക്കിയാൽ നമുക്ക് കയ്യിൽ കൊണ്ടടക്കാൻ പറ്റും. എന്നെക്കാളും പൊക്കമുള്ള ട്രൈപ്പോഡാണ്. നമുക്കിതിൽ 2 കട്ട ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് പൊക്കം നന്നായിട്ട് തന്നെ പൊങ്ങുന്ന ഒരു ട്രൈപ്പോഡ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ട്രൈപ്പോഡ് എൻ്റെ ഒരു ടോട്ടല് 3 ട്രൈപ്പോഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിൽ ഒന്ന് ഇത്, അതോടൊപ്പം തന്നെ ഇതേപോലെ തന്നെയാണ് അതും ഞാൻ കാണിച്ചു തരാം. ഇതാണ് റിംഗ് ലൈറ്റ്. ഇതിൻ്റെ റിംഗ് ലൈറ്റ് വരുന്നത് വാമ്പ് വരുന്നുണ്ട്. വാമ്പിൻ്റെ ചെറിയ കളറും കൂടെ കയറി വരുന്നതുണ്ട്. പിന്നെ വൈറ്റും വരുന്നുണ്ട്. അത്യാവശ്യം ഇത് കൊള്ളാമെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം, റീൽസ് എടുക്കുന്നവർക്ക് ഉപയോഗപ്പെടും, അല്ലാതെ എടുക്കുന്നവർക്ക് ഉപയോഗപ്പെടുത്തില്ല. കാരണം ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ബാക്ക് സ്ക്രീനിൽ ഞാൻ വെച്ചിരിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാധാ ട്യൂബ് ലൈറ്റാണ്. അതിനേക്കാൾ വെട്ടം കുറവാണിത്, കണ്ടില്ലേ. എന്തായാലും 2 ട്രൈപ്പോഡ് വെച്ചാൽ നമുക്ക് വേർക്കും, അത് സ്വാഭാവികമാണ്. എന്തായാലും ഈ റിംഗ് ലൈറ്റ് കാണുന്നതിനേക്കാളും നിങ്ങൾക്ക് ലൈറ്റ് എഫക്റ്റിന് വേണ്ടിയിട്ട് മാത്രം ആണെന്നുണ്ടെങ്കിൽ ട്യൂബ് ലൈറ്റാണ് ഞാൻ പറയുന്നത്. സജഷൻ ട്യൂബ് ലൈറ്റാണ്. അപ്പോൾ ഇതിൽ വെട്ടം കുറവാണ് സത്യം പറയുന്നത്. ഇതിൻ്റെ കാലം കൂടിയ ട്രൈപ്പോഡും ഉണ്ട്. ട്രൈപ്പോഡ് വിത്ത് റിംഗ് ലൈറ്റ് വരുന്നതുണ്ട്. ഇത്ര വലിയ രീതിയിലൊക്കെ വരുന്ന, ഇത്ര വലിയ സൈസൊക്കെ വരുന്നതും ഉണ്ട്. എന്തായാലും ഇതിൻ്റെ നമുക്ക് USB ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചാർജറിൽ കണക്ട് ചെയ്തിട്ട് ഇത് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. 3 മോഡെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മോഡൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു ബോർഡ് നമുക്ക് ഇതിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും വേണ്ടിയിട്ടുള്ള ലൈറ്റ്സിൻ്റെ സെറ്റപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് മിക്സ് ആക്കേണ്ട ഇതുമുണ്ട് കേട്ടോ. ഇതിൽ 3 കളറാണ് വരുന്നത്. അല്ലാതെ ചില റിംഗ് ലൈറ്റിലൊക്കെ മൾട്ടി കളർ വരുന്ന റിംഗ് ലൈറ്റും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ട്രൈപ്പോഡ് ചെറുതാക്കിയതുപോലെ തന്നെ നമുക്ക് ഈ റിംഗ് ലൈറ്റിൻ്റെയും കൂടെ ഒന്ന് ചെറുതാക്കാം. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. ഈ നട്ട് തിരികെ കൊടുത്ത് സ്ക്രോൾ ചെയ്ത് താത്ത് വെച്ചാൽ മതി. അതോടൊപ്പം തന്നെ ഇതുണ്ടല്ലേ, ഇവിടെ അതേപോലെ തന്നെയാണ്. നമുക്ക് 3 സ്റ്റാൻഡ് തന്നെ വരുന്നത്. ഇതും അതേപോലെ തന്നെ തിരികെ കൊടുത്താൽ മതി. സംഭവം ഫിക്സ് ആയിട്ട് ഇരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്ക് വരുന്നത് കണ്ടില്ലേ, ഇതേപോലത്തെ ഒരു മാറ്റ് ഫിനിഷ് വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ റിംഗ് ലൈറ്റിൻ്റെ നമ്മുടെ ഇതുണ്ടല്ലോ
ഹോൾഡ് ചെയ്യുന്ന സംഭവം അതും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല മെറ്റീരിയൽ തന്നെയാണ്. നമുക്ക് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തിരികെ കൊടുത്തിട്ട് കറക്കിയ സെറ്റാവും. അത് നമ്മൾ ഇത് വാങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചോളും. കണ്ടില്ല, ഇത് രണ്ടും ഒരാളത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മുകളിലോട്ട് റിംഗ് ലൈറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ സംഭവം നിങ്ങൾ വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റമാണ്. പിന്നെ ഞാൻ വേറെ യൂസ് ചെയ്യുന്ന അടുത്ത ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാഡ്ജറ്റ് അതാണ് എന്ന് പറയുന്നത് മൈക്കാണ് കേട്ടോ. ഇതാണ് മൈക്ക്, ബോയ BY-M1ൻ്റെ മൈക്കാണ്. ഏകദേശം ഞാനിപ്പം യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 4-5 മാസം വരും. അതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഞാൻ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിവ്യൂ, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവരൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മൈക്കിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ഞാൻ ഇപ്പം പറഞ്ഞുതരാം. സംഭവം അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ്. നമുക്ക് വോയിസ് ഓവർ ചെയ്യാനായിട്ട് പറ്റിയ സാധനം തന്നെയാണ്. അല്ലാതെ ഇതിൻ്റെ തന്നെ പോയ BY-ൻ്റെ തന്നെ വേറൊരു ഐറ്റം ഉണ്ട്, നമുക്ക് എന്താ പറയുക, നീളത്തിലൊക്കെ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതേപോലത്തെ പഞ്ഞിയും അതൊന്നുമില്ല, അല്ലാതെ ചെറിയൊരു മൈക്ക് വരുന്നതാണ്. അതും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇത് ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്ത വയറുകളാണ്. അപ്പോൾ നമുക്കിവിടെ TRRS കണക്ടറും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്ന ചെറിയൊരു കണക്ടറാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ മൈക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എക്സ്റ്റെൻഡർ കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് യൂസ് ഉണ്ട്, നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും യൂസ് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ഉള്ളൂ. എൻ്റെ മാക്സിമം ഞാൻ ഈ ഇത് വെച്ച് കണക്ട് ചെയ്യാറ് ആണ് പതിവ്. ഇപ്പം ലോങ് വീഡിയോ ഒക്കെ എടുത്തുക്കണതുകൊണ്ട് ഇത് നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് നമ്മുടെ ക്യാമറ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വയർ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ LED ലൈറ്റാണ്, ഒരു പാർ ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം യൂസ് ഇല്ല, അല്ലാതെ പൊടിയൊക്കെ അടിച്ചിരിക്കുകയാണ്. ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് എടുത്തപ്പോഴാണ് ആലോചിച്ചത്. ഇപ്പം നമ്മുടെ വ്ളോഗ് ചാനൽ ഇതേപോലുള്ള ടെക് വീഡിയോസും അങ്ങനത്തെ വീഡിയോസൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇപ്പം യൂസ് ഇല്ല, ഞാൻ ഇപ്പം വീഡിയോസൊക്കെ ഇടുന്നത് കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് 4-5 കളർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ അടിപൊളി കളറൊക്കെയാണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ലൈറ്റ് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മൾട്ടിയും സെറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും സംഭവം അടിപൊളി സാധനം. അപ്പോൾ ഇത് ഏകദേശം ഒരു 700 രൂപ 800 രൂപ ആ റേറ്റ് ഇട്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത്. അടുത്ത ഗാഡ്ജറ്റ് എല്ലാം എൻ്റെ ബാഗിലാണ് ഇരിക്കുന്നത് കേട്ടോ. പൊടിയൊക്കെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഗാഡ്ജറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ ഡെയിലി യൂസ് വരുന്നില്ല. എനിക്ക് ഡെയിലി യൂസ് വരുന്ന ട്രൈപോഡും പിന്നെ മൊബൈലും ഈ മൈക്ക് മാത്രം തന്നെയാണ്. എന്തായാലും നമ്മുടെ ഈ ബാഗിൻ്റെ അകത്തുള്ള പ്രോഡക്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ ബോയയുടെ കണ്ടില്ലേ അതിൻ്റെ ബോക്സൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇരിപ്പുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൈക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു കണക്ടർ, അതിൻ്റെ ബോക്സും ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. പിന്നെ വേറെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ്. പിന്നെ കണ്ടില്ല, ഒരു ട്രൈപോഡിൻ്റെ ക്ലിപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതും ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. പിന്നെ കുറേ ജാക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മിക്സറിൽ നിന്നൊക്കെ ഔട്ട് വരുന്ന കുറച്ച് ജാക്ക് കാര്യങ്ങളൊക്കെ നേരത്തെ വാങ്ങിയിട്ടിട്ടുണ്ട്, അതും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ചത്, ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെയായിട്ടും യൂസ് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും ഇത് യൂസ് ഉണ്ടെങ്കിൽ ഞാൻ തരാം. എന്ന് വെച്ചാൽ നമ്മുടെ GoPro വയ്ക്കുന്ന ഒരു ട്രൈപോഡാണ്, നമ്മുടെ തലയിൽ വയ്ക്കുന്നതാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ നമുക്ക് GoProയുടെ നെറ്റൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ GoPro വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ റൈഡേഴ്സിനും അതോടൊപ്പം തന്നെ ഫിഷിങ്ങിനൊക്കെ പോകുന്നവർക്ക് യൂസ് ഉണ്ടാകും. കണ്ടില്ലേ, നമുക്ക് ഇവിടെ ആയിട്ട് GoPro ഇരിക്കും. അല്ലാതെ ഞാൻ ഇത് മെയിനായിട്ട് വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ചെറിയ നമ്മുടെ മൊബൈലിൻ്റെ ട്രൈപോഡ് സെറ്റ് ചെയ്തിട്ട് മൊബൈലിൽ ഇരിക്കുമെന്ന് പറഞ്ഞാണ് വാങ്ങിയത്. സംഭവം ഇരിക്കുക ഞാൻ ഏകദേശം ഇത് ഒരു 1.5-2 വർഷം വരും ഈ സംഭവം വാങ്ങിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ഉണ്ടെങ്കിൽ ഞാൻ തരാം. കണ്ടില്ല, ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വാങ്ങിയതാണ്. ഈ നെറ്റൊക്കെ ഞാൻ അല്ലാതെ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വാങ്ങിയതാണ്. എന്തായാലും സംഭവം നിങ്ങൾക്ക് യൂസ് ഉണ്ടെങ്കിൽ, GoPro ഉള്ളവർക്ക് യൂസ് ഉണ്ടെങ്കിൽ ഞാൻ തരാം. ഇതാണ് ഇപ്പം ഇരിപ്പുള്ളത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞത്. പിന്നെ വേറെ നമ്മുടെ ബാഗിൻ്റെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു മൈക്കൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ പാർട്ടിപ്പാൽ മൈക്കൊക്കെ ഉണ്ടല്ലോ, പാർട്ടിപ്പാൽ മൈക്കല്ല, പാർട്ടിപ്പാൽ ബോക്സ്, അതിൻ്റെ മൈക്കൊക്കെ ഇരിപ്പുണ്ട്. അത് നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് പാർട്ടിപ്പാൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഇപ്പം പള്ളിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്കത് എടുത്ത് കാണിക്കാനായിട്ട് പറ്റൂല. പിന്നെ ഒരു വലിയ ജാക്ക് ഇരിപ്പുണ്ട്.
ഇത് നമ്മൾ യൂട്യൂബിന് ആവശ്യമായിട്ട് വാങ്ങിയ ജാക്കാണ്. അപ്പോൾ ഇത് നമ്മൾ മിക്സറിൽ നിന്ന് ഔട്ട് എടുക്കുന്ന ജാക്കാണ് കേട്ടോ. ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് മിക്സറിൽ നിന്ന് വരുന്ന ഔട്ടുണ്ടല്ലോ, ഔട്ട്പുട്ട്, അത് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചെറിയൊരു കട്ട ഇപ്പം അടിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ ഏകദേശം ഒരു 500 രൂപ വരും. ചെറിയ ചില്ലറക്കാരനല്ല ഇത്, 500 രൂപയുള്ള സാധനമാണ്. കണ്ടില്ലേ, IRIG. അപ്പോൾ ഈ സംഭവം, അപ്പോൾ നമുക്കിത് ഈ ജാക്കിൽ കണക്ട് ചെയ്യുക. ഇവിടെ ഇത് നമ്മുടെ മൊബൈലിൽ, ഇത് മിക്സറിൻ്റെ ഔട്ടിൽ നമുക്ക് കണക്ട് ചെയ്താൽ നമുക്ക് മിക്സറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഈ മൊബൈലിൽ റെക്കോർഡാം. അതാണ് ഇത്. ഇപ്പം അല്ലാതെ നോർമലായിട്ടാണ് ഞാൻ ഇപ്പോൾ പള്ളിയിൽ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ഓഡിയോ ഉണ്ടല്ലോ, അത് വെച്ചാണ്. ഇപ്പം ഇത് അടിച്ച് പോയിരിക്കുന്നതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ടില്ല. ഇത് മാറ്റണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 500 രൂപ അടുപ്പിച്ച് വരും. ഞാൻ ഇത് 2-3 വട്ടം മാറ്റിയതാണ്. പിന്നെ ബഡ്ജറ്റൊക്കെ വേണ്ടേ ഏത്. പിന്നെ ഒരു ജാക്കുണ്ട് കേട്ടോ, ഓക്സ് കേബിളാണ്. 2 ഓക്സ് കേബിൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാങ്ങി ഇട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ കുറച്ച് ജാക്ക്, അതിൻ്റെയൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഒന്നും ഇതിൻ്റെ അകത്തില്ല. പിന്നെ കുറച്ച് ജാക്ക് അല്ലാതെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം വീഡിയോ വച്ചിരിക്കുന്നതും ഒരു ട്രൈപോഡിലാണ്. ആ ട്രൈപോഡും ഞാൻ ഏകദേശം ഒരു 300-400 രൂപ, 300 രൂപയാണെന്ന് തോന്നുന്നു, ആ ബഡ്ജറ്റിലിട്ട് നമുക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ട്രൈപോഡാണ് ഞാൻ വെച്ചിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ചെറുതായിട്ട് പോക്കറ്റ് പോലെ കൊണ്ട് അടക്കാനായിട്ട് സാധിക്കും. എന്തായാലും അതും എനിക്ക് യൂസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ മൊബൈലിലാണ് ഇത്രയും വീഡിയോ, ഏകദേശം ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു 5 ചാനലുണ്ട്. 5 ചാനലത്തേക്കും വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം ഒരു 2000 അടുപ്പിച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2000 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ മൊബൈലിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഏകദേശം ഒരു ചുരുക്കം പറഞ്ഞ ഒരു 5 വീഡിയോയ്ക്കകത്ത് മാത്രമാണ് ഞാൻ DSLR ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോസ് ഉള്ളത്. എന്തായാലും ഈ യൂട്യൂബ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് സീരീസിലുള്ള വീഡിയോ ആയിരുന്നു ഇത്. അതോടൊപ്പം തന്നെ ഞാൻ ഔട്ട് വെച്ചിരിക്കുന്ന ഒരു ട്യൂബ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ട്യൂബും നല്ല വെട്ടമൊക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ഇത് ഇപ്പം എടുത്ത് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും നമുക്ക് ഔട്ട് കിട്ടും, ഔട്ടിൽ ലൈറ്റ് കിട്ടും. അത് പിന്നെ അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് സെറ്റ് ചെയ്തതാണ്. കണ്ടില്ലേ, ഈ വീടൊക്കെ പെയിൻ്റ് അടിച്ച് അടിപൊളിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഫാന് നല്ല നോയ്സ് ഈ വീഡിയോയിൽ ആഡാവുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ എന്താ പറയുക, നല്ല വേർത്ത് കുളിച്ചൊക്കെ ഇരിക്കുകയാണ് കണ്ടില്ലേ. അതൊക്കെ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഉള്ള ഇത് തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഒരു ഗാഡ്ജറ്റ് റിവ്യൂ ഞാനിപ്പം 2024 യൂസ് ചെയ്യുന്ന കുറച്ച് ഗാഡ്ജറ്റ് ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.